10 ദിവസത്തിനുള്ളിൽ ഇറാൻ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒപ്പുവെച്ചില്ല എങ്കിൽ യുദ്ധം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റി മുഴുവൻ പോകും. മിസൈൽ ശേഖരം, അതാണല്ലോ വലിയൊരു വിഷയം. മിസൈൽ, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് ഭീഷണിയാകുന്ന, ഏറിയ മുഴുവൻ ഭീഷണിയാകുന്നു. ആ ശേഖരത്തെ വലിയ തോതിൽ നശിപ്പിക്കാനാവും. കരയുദ്ധത്തിലേക്ക് ശത്രുവിനെ വലിച്ചിഴച്ച് കൊണ്ടുവരിക എന്നതാണ് ഇറാന്റെ ദൗത്യം. ഹോർമൂസ് എന്ന കടലിടുക്ക് കടക്കണം. അവിടെ നിയന്ത്രിക്കാൻ ഇറാൻ ഇപ്പോഴും കഴിയും. അവിടെ മുഴുവൻ താറുമാറാക്കാൻ കഴിയും. അതുപോലെ ഹൂതികൾ വിചാരിച്ചാൽ മറുപക്ഷത്ത് ചെങ്കടലിലേക്കുള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഗേറ്റ് അടയ്ക്കാൻ പറ്റും. മെല്ലെ പോവുക. ഇപ്പോൾ ആഞ്ഞടിക്കേണ്ട ആവശ്യമില്ല, സമയമായിട്ടില്ല. ട്രംപ് അതിനോട് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്, ഞാൻ പറയുന്നത് നിൽക്കും എന്ന് ട്രംപ് തിരുത്തി പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും അസമാധാനത്തിൻ്റെ നാളുകളിലേക്ക് പോവുകയാണ്. സംഘർഷം അവിടെ ഉരുണ്ടുകൂടുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാനെ അമേരിക്ക ഉടൻ ആക്രമിക്കുമോ? അതോ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവയ്ക്കുമോ? വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിട്ടുപോകാൻ, അതായത് ഇറാൻ വിട്ടുപോകുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പരിശോധിക്കാം എന്താണ് സാഹചര്യം. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനിൽ അമേരിക്കൻ പടയോട്ടം ഉടൻ ഉണ്ടാകുമോ? എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണം? കാരണം ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സാറിന് തോന്നുന്നത്? ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ പ്രതിനിധി അബ്ബാസ് അരാക്ചിയും അമേരിക്കയുടെ പ്രതിനിധികൾ സ്റ്റീവ് വിറ്റ്കോഫുമായി ജനീവയിൽ വെച്ച് 3ാം റൗണ്ട് ചർച്ച. ഈ ചർച്ച 2 റൗണ്ടും അലസിപ്പിരിച്ചു എന്ന് പറയാനാവില്ല എങ്കിലും കോൺക്രീറ്റ് തീരുമാനങ്ങളിലെത്താൻ കഴിഞ്ഞില്ല. അതെ, ഒരു യുദ്ധം ഒഴിവാക്കത്തക്ക ഒന്നും തന്നെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ 2 ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആദ്യ റൗണ്ട് നടന്നത് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലാണ്. 2ാം റൗണ്ട് ജനീവയിൽ വെച്ച് തന്നെയാണ്. പക്ഷെ ഇപ്പോഴിതാ ഒരു വ്യത്യാസം എന്ന നിലയിൽ ഇറാൻ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനാവും. പ്രത്യേകിച്ച് ലോകത്തിന്റെ സുരക്ഷ തങ്ങളുടെ ആണവായുധങ്ങൾ കാരണം അപകടത്തിലാകുമെന്നാണ് അമേരിക്കയുടെ കൺസേൺ എങ്കിൽ ഇത് തങ്ങൾ ചില കാര്യങ്ങൾ, ആണവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റാൻ തയ്യാറാണ്. ഇത് രേഖാമൂലം ഇപ്പോൾ ഒമാന്റെ പ്രതിനിധി, മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ പ്രതിനിധിക്ക് കൈമാറി എന്നാണ് ലേറ്റസ്റ്റ് വിവരം. പക്ഷേ അമേരിക്ക ആഗ്രഹിക്കുന്നത് ഒരു സമഗ്രമായ കരാറാണ്. ഈ വിഷയം കേവലം ആണവ വിഷയം മാത്രമായി പരിമിതപ്പെടുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ താല്പര്യമില്ല. അവരുടെ താല്പര്യം ഒരു 3 ഡയമെൻഷനിലാണ്. ഒന്ന്, ഇറാൻ ആണവ പദ്ധതി പൂർണ്ണമായി നിർത്തിവെക്കണം. ഇറാൻ അത് അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആണവ സാങ്കേതിക വിദ്യ ഞങ്ങൾ കൈവശമുണ്ട്, അത് വെപ്പണൈസ് ചെയ്യാൻ താല്പര്യമില്ല. സമ്പുഷ്ടീകരണം തുടരും. നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് 2015 ഒരു കരാർ, അത് ബറാക് ഒബാമയുടെ സമയത്ത് 2015 ഇറാനുമായി ഒപ്പിട്ട കരാർ 2018 ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വെട്ടിക്കളഞ്ഞു. അമേരിക്ക പിൻവാങ്ങി. പക്ഷെ അതിന്റെ ഏതാണ്ട് അതേ പ്രൊവിഷൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വരുന്നത്, ചെറിയ മാറ്റങ്ങളോടുകൂടി. അതിൽ 3.6% സമ്പുഷ്ടീകരണമാണ് അനുവദനീയമായിരുന്നത്. അത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പിന്മാറിയത്. ഒരുപക്ഷെ ഇപ്പോൾ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, യുണൈറ്റഡ് നേഷൻസിന്റെ ഫ്രെയിംവർക്കിൽ വരുന്ന ഏജൻസിയാണല്ലോ, അതിന്റെ ചുമതലക്കാരുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഇറാന്റെ നേതാക്കൾ. അവിടെ എത്തിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, മെഡിക്കൽ റിസർച്ച് ആവശ്യത്തിന് വേണ്ടി, അതുപോലെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പരിമിതമായ സമ്പുഷ്ടീകരണം തുടരാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അപ്പൊ ഇറാന് മുഖം രക്ഷിക്കാനാവും. അല്ലെങ്കിൽ ഇറാന് മുഖം നഷ്ടപ്പെടുകയാണ്. പൂർണ്ണമായി ആണവ ഇത് സമ്പുഷ്ടീകരണം നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്ന് പറയും. അത് ഒഴിവാക്കാൻ ഇരു കൂട്ടർക്കും മുഖം രക്ഷിക്കുക, ഒരു ചർച്ചയൊക്കെ പറയുമ്പം മുഖം രക്ഷിക്കുക എന്നതൊരു വലിയൊരു അജണ്ട തന്നെയാണ്. എന്തെങ്കിലും നേട്ടമുണ്ടായെങ്കിലും ഇല്ലെങ്കിലും നഷ്ടം കൂടുതൽ ഉണ്ടാകാതിരിക്കുക, മുഖം രക്ഷിക്കുക. അമേരിക്കയ്ക്കും പറഞ്ഞു നിൽക്കാം, ഇറാനെ കൊണ്ട് ഞങ്ങൾ ഇത്രയും ചെയ്യിപ്പിച്ചു, ഇനി യുദ്ധമുണ്ടാവില്ല എന്ന് പറഞ്ഞു നിൽക്കാം. പക്ഷെ അത് മാത്രമല്ല, അതൊരു കാര്യം മാത്രമാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്, അത് സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറ്റണം, മറ്റൊരു രാജ്യത്തേക്ക്. ഇറാന്റെ പുറത്ത് അമേരിക്ക കൂടെ തീരുമാനിക്കുന്ന ഒരു രാജ്യത്തേക്ക് മാറ്റാൻ കഴിയണം. അതിപ്പം നിലവിലുള്ളത് ചൈനയും റഷ്യയും ഒക്കെ തന്നെയാണ് ആണവ ശക്തികൾ. അങ്ങോട്ട് ഒരുപക്ഷെ മാറ്റാൻ കഴിയുമായിരിക്കാം. അതേക്കുറിച്ച് ധാരണകൾ ഉണ്ടാവേണ്ടതുണ്ട്. 2,
പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആഭ്യന്തരമായി ഇറാന്റെ ഉള്ളിൽ യെസ്. വൻ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. മനുഷ്യൻ അസംതൃപ്തരാണ്, സംശയമൊന്നുമില്ല. ഒരു വലിയ ഭൂരിപക്ഷം മിക്ക സർവേകളിലും കാട്ടുന്നത് എത്രത്തോളം നീതീകരിക്കാവുന്നതാണ് സർവേ റിപ്പോർട്ടുകളെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാനാവില്ല. പക്ഷേ ആ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനം പ്രതിമുട്ടിയിരിക്കുകയാണ്. സിവിൽ പിന്നെ സിവിൽ സൊസൈറ്റിയുടെ റൈറ്റ്സിന് നേരെ വലിയ കടന്നുകയറ്റമാണ് ഇറാന്റെ വ്യവസ്ഥകൾ ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി അമേരിക്ക അതാണ് ഒരു ധാർമ്മികമായ ചുറ്റുപാട്. ഞങ്ങൾ ഇടപെട്ടത് ഇറാന്റെ ജനതയെ സംരക്ഷിക്കാൻ കൂടിയാണെന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കും. അതെ, ശരിയാണ്. അല്ലേ? അതൊക്കെ അമേരിക്കയുടെ എപ്പോഴത്തെ ഒരു ജനാധിപത്യം, മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എപ്പോഴും അമേരിക്ക പറയുന്നതാണ്. അതായിരിക്കണം അമേരിക്ക ഇടയ്ക്കൊക്കെ തന്നെ പറഞ്ഞത്, അവിടെ മനുഷ്യാവകാശ ധ്വംസനമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെട്ടിരിക്കും, അവിടുത്തെ ജനങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ പാടില്ല. ഇങ്ങനെയുള്ള കൃത്യമായ ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇറാന് മേലാണ് എന്ന് ഓർക്കുക. പക്ഷേ അവിടുത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോൾ കുറവ് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ഔട്ട്ബേസ്റ്റായി കാണാൻ സാധിച്ചു. നമുക്ക് വാർത്തകൾ ജനുവരി മാസം, കഴിഞ്ഞ ആണ്ടിൽ ഡിസംബർ മാസം 28-ാം തീയതിയാണ് പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നത്, ഏറ്റവും അവസാന റൗണ്ട്. പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷം ജനുവരി പകുതിയായപ്പോൾ ഇത് ഫിസിൽ ഔട്ട് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. പിന്നെ വൻപൻ പ്രക്ഷോഭങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെയും ഇവിടെയുള്ള പ്രക്ഷോഭങ്ങളാണ്. അത് കഠിനമായ അടിച്ചമർത്തലുകൾ ഉണ്ടായി. ഇപ്പം ട്രംപ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ അടിച്ചമർത്തൽ നിർത്തിവെച്ചിരിക്കുന്നതെന്നും കൊലക്കയറിൽ നിന്നും ഞാൻ ആയിരക്കണക്കിന് ഇറാനിയൻസിനെ രക്ഷിച്ചു എന്നുമാണ് ട്രംപിന്റെ ക്ലെയിം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ ട്രംപ് ഇടപെട്ടു എന്ന് ക്ലെയിം ചെയ്യുന്ന പോലെയാണ്. അദ്ദേഹത്തിനെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഒരു അടിസ്ഥാനപരമായ DNA ട്രംപിന്റെ ഉള്ളിൽ എവിടെയോ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതിലൂടെ ഞാൻ 3.5 മില്യൺ പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാനികളെ മാത്രം ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതാണ് പറയുന്നത്. അപ്പൊ അത് ക്ലെയിംസ് ആണ്. ക്ലെയിംസ് മാറ്റി നിർത്തി നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ ചെറിയൊരു ശാന്തത ഇവിടെ ഉണ്ട്. ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്ന് അറിയില്ല. അത് മാത്രമല്ല, ഇറാനിയൻ ഭരണകൂടം ഒരു പരിധിവരെ സ്വയം പരിഷ്കരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് വിഷയം. തയ്യാറായില്ല എങ്കിൽ സർവനാശമാണ് ഫലം. കാരണം ഈ മതഘടനകളുടെ ഓവർ ഇൻഫ്ലുവൻസ് അത് ജനം അത്ര സ്വീകരിക്കുന്ന ഒരു ആളല്ല. ജനം വോട്ട് ചെയ്തത് മസൂദ് പെസഷ്കിയാനാണെന്ന് ഓർക്കണം. പെസഷ്കിയാൻ മിതവാദിയായ ആളാണ്, തീവ്രവാദിയായ ആളല്ല, പരിഷ്കരണവാദിയാണ്. അപ്പൊ ഇവർ പരിഷ്കരണവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടമാണല്ലോ അവിടുത്തെ രാഷ്ട്രീയം. എല്ലാം അയത്തുള്ള അലി ഖുമൈനി അനുവദിക്കേണ്ടതാണ്. ഈ പെസഷ്കിയാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമൊന്നും വേണ്ട എന്നാണ് ഖൊമേനിയോട് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പരമാവധി സംയമനത്തിൻ്റെ പാതയിൽ പോകണം, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് എത്ര കാലം നിൽക്കാനാവും, ആ രീതിയിലാണ് അവിടെ സംസാരിച്ചത്. പക്ഷേ അയത്തുള്ള അലി ഖൊമേനി ഇദ്ദേഹത്തിൻ്റെ വാക്കല്ലല്ലോ കേൾക്കുന്നത്. ഇപ്പോൾ പുതിയൊരാളിനെ ആ സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്കല്ല, ഒരു ലാർജാനി, അലി ലാർജാനി എന്ന ഒരു വ്യക്തിയെ ഈ തൻ്റെ പിൻഗാമിയായി എന്ന് പറയാനാവില്ല എങ്കിൽ പോലും നിർണായക സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനായി ലാർജാനി എന്ന ഒരു പുതിയ മുഖം അവിടെ വരികയാണ്. ഇറാനിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരതാണ്. ഇനി ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും കാരണവശാൽ ഖുമൈനിക്ക് അപകടം പറ്റിയാൽ, അല്ലെങ്കിൽ അമേരിക്ക റാഞ്ചിക്കൊണ്ട് പോവുകയോ, അല്ലെങ്കിൽ അത് സാധ്യതയൊന്നുമില്ല, അപകടപ്പെടുത്തിയാൽ, ജീവഹാനി സംഭവിച്ചാൽ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഇമ്മീഡിയറ്റ് സംവിധാനം ഉണ്ടാവണം. അത് മാത്രമല്ല, യുദ്ധം ഉണ്ടായാൽ അത് കോർഡിനേഷൻ ഉണ്ടാകണം. അതാണ് ലാർജാനിയുടെ റോൾ. അപ്പോൾ ആഭ്യന്തരമായ മാറ്റങ്ങളാണ്. മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത്, ഇറാൻ പ്രോക്സികളെ സഹായിക്കുന്നു. അല്ലേ? ഹിസ്ബുള്ള, ഹൂതി, ഹമാസ്, അതാണ് ഇസ്രായേൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അതാണ് ഈ പരിപാടി നിർത്തിയേ പറ്റൂ. ഇറാൻ പറയുന്നത് ഞങ്ങളങ്ങനെ സഹായിച്ചിരുന്നു, ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ പോരാ, രേഖാമൂലം ചില ഉറപ്പുകളാണ് ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. അത് അടുത്ത ദിവസത്തെ ഈ സന്ധി സംഭാഷണത്തിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കരാർ, കോംപ്രഹെൻസീവായ ഒരു കരാറിലെത്തി നിന്നാൽ ഒരു പക്ഷേ യുദ്ധം അവസാനിക്കും. പക്ഷേ കരാർ അമേരിക്ക ഗൺ പോയിന്റിൽ നിർത്തി കരാർ ഒപ്പിടിപ്പിക്കുന്ന ന്യായമോ എന്നതാണ് നമ്മൾ നിഷ്പക്ഷമായി ഇതിനെ വിലയിരുത്തുമ്പോൾ. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ചില നിബന്ധനകൾ വയ്ക്കുകയാണ്. മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ മുൾമുനയെ നിർത്തിക്കൊണ്ട്, ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട്, കത്തി മെച്ചപ്പെടുന്ന കത്തി എടുത്ത് വെച്ചുകൊണ്ട് നെഗോസിയേഷൻ നടത്തുകയാണ്. ഒപ്പിടൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടൂ. ഇത് നടക്കുന്ന കാര്യമല്ലേ? ബാറ്റിൽ ഷിപ്സ് നമുക്കറിയാമല്ലോ. USS എബ്രഹാം ലിങ്കൻ കിടക്കുന്നു. അതുപോലെ ഗൺ ബോട്ടുകൾ ചുറ്റും ഉണ്ട്, ഡിസ്ട്രോയേഴ്സ്. അതുപോലെ മറ്റൊരു വലിയ കപ്പൽ USS ജെറാൾഡ് ഫോർഡ് കടന്നു വരുന്നു. പിന്നെ വലിയ രീതിയിലുള്ള നാവിക സാന്നിധ്യം. പിന്നെ കരയിൽ ജോർദാനിലേക്ക് നൂറുകണക്കിന് അമേരിക്കൻ വിമാനങ്ങളാണ് വന്നിറങ്ങിയത്. F-35, F-22 സ്റ്റെൽത്ത് വിമാനങ്ങൾ, അതുപോലെ മറ്റ് എല്ലാ സീരീസിലുള്ള വിമാനങ്ങൾ, വിമാനവേധ മിസൈലുകൾ, പീരങ്കിവേധ മിസൈലുകൾ എന്ന് വേണ്ട
അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അമേരിക്ക ചുറ്റുപാട് നിൽക്കുന്നത്. ഏത് നിമിഷവും ആക്രമിക്കാം. അപ്പൊ ഗൺ പോയിന്റിൽ നിർത്തി തന്നെയാണ് 10 ദിവസം ഈ ഒരു അൾട്ടിമേറ്റം എന്നൊക്കെ പറയും, ട്രംപിന്റെ അൾട്ടിമേറ്റമാണ് അതൊന്നും. അതെ. ഈ കുറുപ്പിന്റെ ഉറപ്പ് പോലൊക്കെ തന്നെയാണ്. എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. 10 ദിവസത്തിനുള്ളിൽ, ആ 10 ദിവസം അവസാനിക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഈ 2-3 ദിവസം ഉണ്ടാവും. 10 ദിവസത്തിനുള്ളിൽ ഇറാൻ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒപ്പുവെച്ചില്ല എങ്കിൽ യുദ്ധം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ പലപ്പോഴും ട്രംപ് പ്രതിരോധത്തിലാകുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം കൊണ്ടിടും. ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം വല്ലാതെ അങ്ങ് പ്രതിരോധത്തിലായിട്ടുണ്ട്. ഈ തീരുവ വിഷയത്തിൽ അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ട്രംപിന് വല്ലാത്തൊരു തിരിച്ചടിയാണ് കിട്ടിയത്. അതിനുശേഷമാണ് ഓൾ ഓഫ് എ സഡൻ ഇറാന് മേലുള്ള നടപടികൾ ഇൻറ്റൻസിഫൈ ചെയ്യുവാൻ അമേരിക്ക തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ശ്രദ്ധ തിരിക്കൽ പദ്ധതി കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതാണ് അദ്ദേഹം യുദ്ധം ചെയ്തില്ല എങ്കിൽ പോലും ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചുവിടാൻ പോകുന്നു. നെതന്യാഹു അദ്ദേഹത്തിന് എതിരെയുള്ള നിയമ നടപടികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഹമാസിനെതിരെ യുദ്ധം ചെയ്തതുപോലെ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നു. അതിൽ എന്തെങ്കിലും തരത്തിൽ വാസ്തവമുണ്ടോ? ഈ അന്തം വിട്ട പുലി എന്തും ചെയ്യും എന്നാണല്ലോ എൻ്റെ പഴഞ്ചൊല്ല്. ഇത് ട്രംപ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരുപക്ഷെ ട്രംപിനെതിരായി വിധി പറയും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. കീഴ്ക്കോടതിയുടെ വിധി എതിരായിരുന്നു. പക്ഷെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഉൾപ്പെടെ നിയമിച്ച 9 അംഗ ജഡ്ജസ് അവിടെ നിയമിച്ചതിൽ 6 പേരെ നിയമിച്ചത് ഇപ്പോഴത്തെ ഭരണകൂടമാണെന്ന് ഓർക്കണം. അപ്പം 9-ൽ 6-3 എന്നായിരുന്നു വിധി. അത് ട്രംപിന് എഗൻസ്റ്റാണ്. അതായത് 1977 ഇന്നൊരു നിയമം അനുസരിച്ച് ട്രംപിന് അനിയന്ത്രിതമായി ടാരിഫ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനൊക്കില്ല. പകരം തീരുവ എന്ന രീതിയിൽ പറ്റില്ല, പിഴ തീരുവ എന്ന രീതിയിൽ പറ്റില്ല. അപ്പോൾ ട്രംപ് അതിനെ മറികടക്കാനായി മുൻകൂട്ടി തന്നെ ആലോചിച്ച് വെച്ചതാണ്. 1974 മറ്റൊരു ലെജിസ്ലേഷൻ അനുസരിച്ച് ട്രംപിന് പ്രഖ്യാപിക്കാം, ഒരു 15% വരെ ടാരിഫ് പ്രഖ്യാപിക്കാം, 150 ദിവസം വരെ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ സബ്ജക്ട് ടു റാറ്റിഫിക്കേഷൻ ബൈ ദി കോൺഗ്രസ്. അമേരിക്കൻ ഒരു സിസ്റ്റം ഉണ്ട്, ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയും. അതായത് അമേരിക്കയുടെ ഗവൺമെന്റ് 3 ഘടകങ്ങളാണല്ലോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് 3 നമ്മുടെ എക്സിക്യൂട്ടീവിനെ മാത്രമാണ് ഗവൺമെന്റ് എന്ന് പൊതുവെ പറയുന്നത്. പക്ഷേ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ലാർജർ അർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. 3 ബ്രാഞ്ചസ് ഓഫ് ദ ഗവൺമെന്റ് ഷുഡ് ബി ബാലൻസ്ഡ്. അതായത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, അതായത് പ്രസിഡന്റ് ട്രംപ് കൂടുതൽ ശക്തനായി മാറുകയാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോടതി ഇടപെടും, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറായ പാർലമെന്റ്, അതായത് കോൺഗ്രസ്, അമേരിക്കൻ കോൺഗ്രസ് ഇടപെടും. കോൺഗ്രസിന്റെ കൂടെ താല്പര്യം സംരക്ഷിക്കുകയാണ് കോടതി ചെയ്തത്. ഇപ്പോൾ നികുതി ചുമത്താനും തീരുവ പ്രഖ്യാപിക്കാനുമുള്ള അന്തിമമായ അവകാശം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ദ കൺട്രോൾ ഓഫ് ദ നാഷണൽ പേഴ്സ് ലൈസ് വിത്ത് ദി ലെജിസ്ലേച്ചർ. കാരണം ലെജിസ്ലേച്ചറാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇത് പ്രസിഡന്റിനെ നേരിട്ടാണെന്ന് പറയുമ്പോഴും ഇലക്ട്രൽ കോളേജ് വഴിയാണ്, അത് ഇൻഡയറക്റ്റ് ആണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ നേരിട്ടെന്ന് തോന്നാം. അതുകൊണ്ട് ഇതാണ് തത്വം. ഇത് പാലിക്കാനുള്ള ചുമതല ജുഡീഷ്യൽ റിവ്യൂ നിലവിലുള്ള അമേരിക്കയിൽ കോടതിയുടെ ചുമലിലാണ്. അത് കോടതി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. അപ്പൊ ഇത് മറികടക്കാൻ, അപ്പൊ ബാലൻസ് ചെയ്യണം, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യണമല്ലോ, അതിനുള്ള എക്സിക്യൂട്ടീവ് മൂവാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടർത്ഥത്തിൽ കുഴപ്പമാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആകുമോ? ഇല്ലാത്ത നിയമം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു നിയമം വേണം, പ്രസിഡന്റ് ചെയ്യാം, പക്ഷെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ പറ്റൂ. അതൊന്ന്. 2, പ്രസിഡന്റ് ഈ ജനങ്ങളുമായി ഒരു കരാറുണ്ട്. കരാറല്ല, അദൃശ്യമായ ഒരു വൈബുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്യരാജ്യങ്ങളിൽ വേണ്ടാത്ത ഇടപെടലുകൾ നടത്താതെ സ്വന്തം കാര്യം സിന്ദാബാദ്, അങ്ങനെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കി മാറ്റുക. ആ ഒരു കരാർ, ആ കവനന്റ്, ജനങ്ങളുമായി ആ കവനന്റ് ലംഘിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ കവനന്റ് ലംഘിക്കുക മാത്രമല്ല, അമേരിക്ക പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കാനാണ്. ഇദ്ദേഹം കൂടുതൽ യുദ്ധങ്ങളാണ് നടത്തുന്നത്. സമാധാന ശ്രമങ്ങളെക്കാൾ കൂടുതൽ യുദ്ധശ്രമങ്ങൾ നടത്തുന്ന ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഒരു കാലത്തും ഇനി സമാധാനത്തിന് നോബൽ സമ്മാനം ട്രംപിന് ലഭിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം അന്തം വിട്ട പുലിയായി. എന്നാൽ പിന്നെ യുദ്ധം നിങ്ങൾ എന്തായാലും തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. സമാധാനത്തിന് നോബൽ സമ്മാനം തന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ യുദ്ധം ചെയ്ത് സമാധാനം ഉണ്ടാക്കി തരാം. അതാണ് ഓപ്പറേഷൻ ഡൈനാമിക്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഒന്ന്, അമേരിക്കയ്ക്ക് അകത്ത് അദ്ദേഹം പ്രതിരോധത്തിലായി. അതിനു മുൻപ് തന്നെ ആഗോള പൊളിറ്റിക്സിലും അദ്ദേഹം പ്രതിരോധത്തിലായില്ലേ? കാരണം യൂറോപ്യൻ യൂണിയനെതിരെ വലിയ രീതിയിലുള്ള അടിച്ചേൽപ്പിക്കലിന് മുതിർന്നപ്പോൾ അവരും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു, അദ്ദേഹത്തിന് പല തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. പക്ഷേ
ഇത്തരത്തിലൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ യുദ്ധത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് മുൻപത്തെ ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഈ രാജ്യങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ സൈനിക നീക്കം അത് ലോകത്തിന് വലിയ തരത്തിൽ പുരികം ചൊളിക്കുന്നതിന് കാരണമായി എങ്കിൽ തന്നെയും അമേരിക്കയുടെ ആയുധ കമ്പനികളുടെ ഗ്രാഫ് കുതിച്ചുയരുന്നതിന് കാരണമായി. അത് പണ്ട് വിയറ്റ്നാമിലാണെങ്കിൽ തന്നെയും അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ തന്നെയും ഇറാഖിലാണെങ്കിൽ തന്നെയും. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അടിച്ചേൽപ്പിച്ചൊരു സംഭവമായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഇൻഡയറക്റ്റായിട്ട് ആയുധപ്പുരയിലേക്ക് പണം കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ ഏത് ഡയമെൻഷനിൽ നമുക്ക് കാണണം? അമേരിക്കയുടെ ഏതാണ്ട് എല്ലാ ബാഹ്യ യുദ്ധങ്ങളും അടിച്ചേൽപ്പിച്ചത് തന്നെയാണ്. അമേരിക്കയുടെ നേരിട്ടുള്ള താല്പര്യങ്ങൾ വരുന്ന ഇടങ്ങളല്ല. വിയറ്റ്നാം ആകട്ടെ, കൊറിയ ആകട്ടെ, പിന്നെ സുയസ്, എവിടെയാണെങ്കിലും നേരിട്ടുള്ള, ഇറാഖിൽ പോലും, ഇറാനിൽ പോലും എന്ത് നേരിട്ട സാഹചര്യമാണ്? അമേരിക്കയ്ക്ക് നേരിട്ട് ഒരു ഭീഷണി ഉണ്ടായില്ല. പരമാവധി ഒരു കാര്യത്തിൽ മാത്രമേ ഭീഷണി ഉണ്ടായിട്ടുള്ളൂ ചരിത്രത്തിൽ. അത് പേൾ ഹാർബർ കെയിം അണ്ടർ അറ്റാക്ക് ബൈ ജപ്പാനീസ്. ഇനി വേണമെങ്കിൽ പറയാം 9/11/2001 അമേരിക്കയുടെ ഭൂമിയിൽ ന്യൂയോർക്കിൽ കടന്നു കയറി ട്വിൻ ടവേഴ്സ് ഓഫ് ദ വേൾഡ് ട്രേഡ് സെന്റർ കെയിം അണ്ടർ അറ്റാക്ക് ബൈ അൽ ഖൈദ. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു, അൽ ഖൈദ കേന്ദ്രം ആക്രമിച്ചു, ലാദനെ ആക്രമിച്ചു. ഓക്കെ, ഫൈൻ, ഇത് രണ്ടും ജസ്റ്റിഫയബിൾ ആണ് വേണമെങ്കിൽ. പക്ഷേ ഇറാന്റെ കാര്യം ജസ്റ്റിഫയബിൾ അല്ലല്ലോ. മറ്റേത് രാജ്യത്തിന്റെ കാര്യമാണ് ജസ്റ്റിഫയബിൾ? അപ്പോൾ പിന്നെ ഇപ്പോൾ സൂചിപ്പിച്ചത് കറക്റ്റായി വരും. അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നിലനിർത്താൻ വേണ്ടി യുദ്ധങ്ങൾ ആവശ്യമുണ്ട്. നോക്കുക, അമേരിക്കയിൽ ഉൽപ്പാദനം വളരെ കുറവാണ്. അമേരിക്ക ഒരു നെറ്റ് ഉപഭോഗ രാജ്യമാണ്, ഒരു പ്രൊഡ്യൂസിങ് കൺട്രി അല്ല, ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റ് ആണ്. അമേരിക്കയെ ഗ്രേറ്റ് ആക്കണം ട്രംപിന്. എങ്ങനെ സാധിക്കും? ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു മാർഗം. ഇപ്പോൾ അതല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് ടാരിഫിലൂടെ മറ്റ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഠിനമായ ടാരിഫിലൂടെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഉത്പാദനം വർദ്ധിപ്പിക്കാനാവുമോ? ഡൊമസ്റ്റിക് പ്രോഡക്ട്സിന്, അമേരിക്കയിലെ ഡൊമസ്റ്റിക് പ്രോഡക്ട്സിന് മാർക്കറ്റ് അവിടെ കണ്ടെത്താനാവുമോ? ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനാവുമോ? അതാണ് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അതങ്ങനെയല്ല. കാരണം ലോങ് ടേമായി അമേരിക്ക പിന്തുടർന്നിരുന്ന ഒരു രീതിയിൽ നിന്നൊരു മാറ്റമാണ്. അതത്ര എളുപ്പമല്ല. പക്ഷെ തൽക്കാലത്തേക്ക് അമേരിക്കയ്ക്ക് വരുമാനം കൂടി എന്ന്, ട്രഷറിയിൽ വരുമാനം കൂടിയെന്ന് ട്രംപിന് മേരിതടിക്കുകയും ചെയ്യാം. അതാണ് ട്രംപ് പറയുന്നത്. ഞാൻ ഐ ഹാവ് ബ്രോട്ട് ഇൻ ദിസ് മച്ച് ഓഫ് ഡോളേഴ്സ്, ഒരു വർഷം കൊണ്ട് ഞാൻ ഇത്രയും നേടിയെടുത്തു എന്ന് പറയാം. പക്ഷേ ഇത് സുപ്രീം കോടതി വിധിയിലൂടെ നേടിയെടുത്തത് മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നാലോ? അതെവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് ട്രംപിന്റെ നയങ്ങൾ ഒരു തിരിച്ചടികൾ ഏറെ കിട്ടുന്നു. പക്ഷെ ടിപ്പിക്കൽ ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഒരു കാര്യം കയറ്റിപ്പറയുക, നടന്നെങ്കിൽ നടക്കട്ടെ, കിട്ടിയാലൊരു ആന, പോയാലൊരു വാക്ക്, തരാമെന്ന് ചോദിക്കുന്നു, തീരുവ, ഇല്ലെങ്കിലില്ല. ഒടുവിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഇറാന് ചിലപ്പോൾ ഈ ഉപരോധത്തിലൂടെ തങ്ങളുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന തകർച്ചയുടെ ആ ഒരു അനുഭവം അവർക്കുണ്ടാകും. അപ്പോൾ തന്നെ അവരെ സഹായിക്കുവാൻ എത്രത്തോളം റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുമെന്നുള്ളത് മറ്റൊരു വശമാണ്. അതുകൊണ്ട് ഈ ഉപരോധം എന്നുള്ള വലിയ ഒരു ആയുധം അതിനെ അവർ ഭയക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ നെഗോസിയേഷൻസ് മുന്നോട്ട് പോവുക. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇറാൻ ഈ ചുറ്റും നിർത്തിയിരിക്കുന്ന ആയുധ സേന അല്ലെങ്കിൽ സായുധ സേനയുടെ തോക്കിൻ മുന്നിൽ നിന്നുകൊണ്ട് അവർ ഭയപ്പെട്ട് പിന്മാറുമോ? അതോ ഈ ഉപരോധങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ പെസഷ്കാനൊക്കെ തന്നെ പറഞ്ഞ് ഖമേനിയെ ബോധ്യപ്പെടുത്തും, നമുക്കിനി അധിക നാളിങ്ങനെ പിടിച്ചിരിക്കാൻ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അധിക നാളിങ്ങനെ പിടിച്ചിരിക്കാൻ സാധിക്കില്ല, നമുക്ക് കുറച്ചൊക്കെ പരിഷ്കരണം വേണം, നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിലും പരിഷ്കരണം വേണം, അതുപോലെ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും പരിഷ്കരണം വേണം, ഈ ലോകവുമായി ഒന്ന് താതാത്മ്യം പ്രാപിച്ച് പോകുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന അത്രയും ഒരു സാഹചര്യം ഉണ്ടോ ഇറാനകത്ത്? എന്നെ ഒന്ന് തല്ലു അമ്മാവ, ഞാൻ ചിലപ്പോഴങ്ങ് നന്നാവും എന്നതും ഒരു ചിന്തയാണ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്നതിൽ നിന്നും ഒന്ന് തല്ലിക്കോളൂ, പൊതിരെ തല്ലരുത്, ഒന്ന് തല്ലിക്കോളൂ, നന്നാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിലേക്ക് മാറുന്നുണ്ടോ? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അമേരിക്കയുമായി വലിയ ശത്രുത 1979 മുതൽ തുടങ്ങിയ ശത്രുത അതിപ്പോൾ ഇതാ യുദ്ധത്തിന് വക്കിലെത്തി നിൽക്കുന്നു. അതൊരു പ്രായോഗികമായ ചിന്ത തന്നെയാണ്, വക്കിലെത്തി നിൽക്കുന്നു. പക്ഷേ ഇവിടെ യുദ്ധം രണ്ട് രീതിയിൽ തന്നെ കാണാം. അമേരിക്കയുടെ പെർസ്പെക്റ്റീവ് നിന്നാൽ അമേരിക്ക ഡസ് നോട്ട് വാണ്ട് ആൻ ഓൾ ഔട്ട് വാർ ലാസ്റ്റിംഗ് ഫോർ വീക്സ് ആൻഡ് മന്ത്സ്. ഓൾ ദാറ്റ് അമേരിക്ക വാണ്ട്സ് ഈസ് എ വൺ ടൈം ബിഗ് ടൈം സ്ട്രൈക്ക്. 1 or 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുന്ന
ഒരു സർവനാശിക അപ്പം അതാണ് ഉദ്ദേശിക്കുന്നതെല്ലാം നേടും. ഉം. കാരണം ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റി മുഴുവൻ പോകും. മിസൈൽ ശേഖരം അതാണല്ലോ വലിയൊരു വിഷയം. മിസൈൽ, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഏറിയ മുഴുവൻ ഭീഷണിയാകുന്നു. ആ ശേഖരത്തെ വലിയ തോതിൽ നശിപ്പിക്കാനാവും. 3, ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തച്ചുടയ്ക്കാൻ കഴിയും. IRGC സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തോണ്ടിയെടുത്ത് കളയാൻ കഴിയും. ഇതെല്ലാം കഴിയും. ഇതെല്ലാം കഴിയണമെങ്കിൽ ആകാശത്ത് നിന്നുകൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയും. അതിനെ പക്ഷേ ജയമെന്ന് കരുതാനാവുമോ? ഇതാണ് അമേരിക്കയുടെ ചോദ്യം. അത് ജയമല്ല, ഭരണമാറ്റമാണ് ആത്യന്തികം. ഭരണമാറ്റം കൊണ്ട് ഇത് ഡാമേജ് ഉണ്ടാക്കാം. പക്ഷെ ആ ഡാമേജ് ഉണ്ടാക്കിയാലും ഇറാൻ ഉള്ളിൽ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഓപ്ഷൻസ് ആണുള്ളത്. അതാണ് IRGC. അതായത് ഭരണകൂടത്തിന്റെ സംരക്ഷണം, അയത്തുള്ള അലിഖോമേനിയുടെ സംരക്ഷണം, ഒരു ഘടനകളുടെ ബിസിനസ് ഘടനകളുടെ സംരക്ഷണം, ആചാര സംരക്ഷണം എന്ന് വേണ്ട എല്ലാ മേഖലകളിലും പടർന്നിറങ്ങുന്ന ഒരു മൾട്ടി ലേയർഡ് സംവിധാനമാണ് IRGS, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്. ഇതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് കരയിൽ ഇറങ്ങേണ്ടി വരും. ആത്യന്തികമായി യുദ്ധമൊക്കെ ജയിക്കും, ആകാശത്ത് നിന്നുകൊണ്ട് തകർക്കും. പക്ഷേ ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ തകർത്തത് വീണ്ടും അവർക്ക് ദീർഘകാലം കൊണ്ട് പുനഃസ്ഥാപിക്കാനാവും എന്നൊരു ത്രെട്ടായിരിക്കും. അതുകൊണ്ടാണ് കരയുദ്ധത്തിലേക്ക് ശത്രുവിനെ വലിച്ചിഴച്ച് കൊണ്ടുവരിക എന്നതാണ് ഇറാന്റെ ദൗത്യം. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇറാന്റെ ബിൽഡപ്പ് നോക്കൂ. ഈ സാഗ്രോസ് മൗണ്ടൻസ് ഇൻ ദി സൗത്ത്, അതായത് ഈ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന മൗണ്ടൻ റീജിയൻ തെക്കുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത് കടലിനെ നോക്കി. അതുപോലെ കടലിൽ വലിയ തോതിലുള്ള ഗൺബോട്ട് സാന്നിധ്യമുണ്ട്. ഇതൊന്നും അമേരിക്കൻ പടയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് തോന്നാമെങ്കിലും ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്നത് പോലെ ഇത് പ്രശ്നമാണ്. മൈനുകൾ വാരി വിതറാൻ കഴിയും. പേർഷ്യൻ ഗൾഫ് മേഖല ഇത് ഇറാന്റെ വെറും ത്രട്ടല്ല. പേർഷ്യൻ ഗൾഫിലൂടെയാണ്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്കും പിന്നെ അറബിക്കടലിലേക്കും ഇന്ത്യൻ ഓഷ്യനിലേക്കും ചരക്കുകൾ നീങ്ങണമെങ്കിൽ ഹോർമൂസ് എന്ന കടലിടുക്ക് കടക്കണം. അവിടെ നിയന്ത്രിക്കാൻ ഇറാൻ ഇപ്പോഴും കഴിയും. അവിടെ മുഴുവൻ താറുമാറാക്കാൻ കഴിയും. അതുപോലെ ഹൂതികൾ വിചാരിച്ചാൽ മറുപക്ഷത്ത് ചെങ്കടലിലേക്കുള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഗേറ്റ് അടയ്ക്കാൻ പറ്റും. ഇത് രണ്ടും സംഭവിച്ചാൽ 20% എണ്ണ ഇതുവഴി, 20% ലോകവ്യാപാരം അതുവഴി, രണ്ട് കടലും ചെങ്കടലും പേർഷ്യൻ ഗൾഫും മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ചോക്ഡ് ആയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എണ്ണ വിപണിക്ക് തീപിടിക്കും. തൊട്ട് കർപ്പൂരം വരെ വിലക്കയറ്റം ഉണ്ടാകും. ഇതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും എന്നറിയാത്ത രാജ്യമല്ല അമേരിക്ക. അതുകൊണ്ടാണ് പ്രകോപനം ഒരു പരിധിയിൽ കൂടുതലാകുന്നതിനോട് വലിയ യോജിപ്പ് അമേരിക്കയ്ക്കും ആത്യന്തികമായി ഉണ്ടാവില്ല. അതാണ് പോളിസി പ്ലാനേഴ്സ് പറഞ്ഞത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, ഡിഫൻസ് സ്റ്റാഫ് പറഞ്ഞു എന്നാണ്, പെൻറ്റഗണിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്, മെല്ലെ പോവുക, ഇപ്പോൾ ആഞ്ഞടിക്കേണ്ട ആവശ്യമില്ല, സമയമായിട്ടില്ല. ട്രംപ് അതിനോട് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ, പക്ഷേ യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്, ഞാൻ പറയുന്നത് നിൽക്കും എന്ന് ട്രംപ് തിരുത്തി പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അമേരിക്ക ഓൾസോ ഇസ് ഇൻ ടു മൈൻഡ്സ്. ഇറാൻ അമേരിക്കയെ പരാജയപ്പെടുത്താനാവില്ല. പക്ഷേ അമേരിക്കയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഒരു യുദ്ധം പൂർണ്ണ വിജയത്തിൽ, ഭരണമാറ്റം ഉൾപ്പെടെ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണമാറ്റം. ഇനി ഒറ്റ കാര്യം കൂടെ ചെയ്താൽ അത് സംഭവിക്കും. ഈ IRGC തിരിയുക, ഇറാന്റെ സൈന്യത്തിന് നല്ല പങ്ക് തിരിയുക, ഒരു സൈനിക അട്ടിമറിയോ ആഭ്യന്തരമായ ഒരു അട്ടിമറിയോ കൂടെ മറ്റൊരു ഭരണം അവിടെ സാധ്യമാവുക. അല്ല, ജനകീയ പ്രക്ഷോഭത്തിലൂടെ സാധ്യമാകണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്ട്രക്ചർ അവിടെ വേണം. അവിടെ ആരാണ് പ്രതിപക്ഷ നേതാവ്? ഇറാന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇറാന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആരാണ്? ഒന്നുമില്ല, റഷ്യയിൽ ഈ അലക്സി നവൽനി എന്നൊരാളുണ്ടായിരുന്നു പുട്ടിനെതിരെ, നേരത്തെ അകത്താക്കി കൊന്നുകളഞ്ഞു, അത് വേറെ കാര്യം. ഇറാൻ അതുപോലുമില്ല. അതുകൊണ്ടാണ് പുറത്തു നിന്നുകൊണ്ട് ഇപ്പോൾ ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ റിസ പഹലവിയെ കൊണ്ടുവന്ന് ഇറാനിലെ ഭരണത്തിൽ ഇരുത്താം, ആ ഒരു അധികാര കസേരയിൽ ഇരുത്താം എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ്സ് ഓൺലി വിഷ്ഫുൾ തിങ്കിങ്. അത് ട്രംപിന് തന്നെ അദ്ദേഹത്തിന്റെ കഴിവിൽ വലിയ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഇല്ല. ഭരണമാറ്റം നിന്നാൽ പിന്നെന്താ സംഭവിക്കാൻ സാധ്യത? ഇറാഖിലും സിറിയയിലും സംഭവിച്ചതുപോലെ തീവ്രവാദികളുടെ കയ്യിലേക്ക്, ISIS പോലെയുള്ള സംവിധാനത്തിലേക്ക്. ISIS സുന്നിയാണ്, ഇത് ഷിയ സംവിധാനമാണ്. അങ്ങനെ ഒരു ഷിയ തീവ്ര വിഭാഗത്തിലേക്ക് ഇത് പോകുമോ? അത് പിന്നെ ആത്യന്തികമായി ബിൻ ലാഡനേക്കാൾ വലിയ പ്രശ്നമാകണം അവിടെ വരുന്നത്. അൽ ഖയ്ദയേക്കാൾ വലിയ അമേരിക്ക വിരുദ്ധതയും തീവ്രവാദികളുടെ കളിത്തൊട്ടിലായി മാറില്ലേ ഇറാൻ ഇപ്പോഴങ്ങനെയല്ല. ഇറാനൊരു ഭരണമുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നപ്പോൾ ഇറാഖിലും ഒരു ഭരണമുണ്ട്, മർദ്ദക ഭരണമാണ്, പക്ഷേ ഭരണമുണ്ടായിരുന്നു. ഇവിടെ ലോലെസ്നെസ്, അരാജകത്വം, അത് അമേരിക്കയും ഭയക്കേണ്ടത് തന്നെയാണ് ആത്യന്തികമായി. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഉടയ്ക്ക സ്വാമി തേങ്ങ
എന്ന് അടിച്ചുടയ്ക്കൂ എന്ന് പറയാൻ, ഇത് ഗെയിം കാണുന്നത് പോലെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അങ്ങനെ കുടയ്ക്കാവുന്ന ഉടയ്ക്കാവുന്ന തേങ്ങയല്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ യുദ്ധം ഇപ്പോഴൊന്നും തുടങ്ങില്ല. ഇതിന് പിന്നിൽ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്, നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഫലത്തെ ആശ്രയിച്ചിരിക്കും സൈനിക നീക്കം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കരുതുന്നത് പോലെ, പ്രചാരണങ്ങൾ നടക്കുന്നത് പോലെ, വാർത്തകളിൽ വരുന്നത് പോലെ അത്ര ഈസിയായി കയറി അടിച്ചു തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. തോൽപ്പിക്കാൻ സാധിക്കുമായിരിക്കും അമേരിക്കയ്ക്ക് ഇറാനെ, പക്ഷേ നഷ്ടം അതുപോലെ തന്നെ അമേരിക്കയ്ക്കും നേരിടേണ്ടി വരും. ആ നഷ്ടം, അല്ലെങ്കിൽ ആ ആയുധ നഷ്ടം, യുദ്ധക്കപ്പലുകൾ തകർന്നു പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര പന്തിയുള്ള കാര്യവും ആയിരിക്കില്ല. സോ ചർച്ചകൾ വളരെ വളരെ നമുക്ക് അറിയാവുന്ന തലത്തിലും അതല്ലാതെയും നടക്കുന്നുണ്ട് നീക്കുപോക്കുകളും. അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സൈനിക നീക്കം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതന്യാഹുവുമായി നടത്തുന്ന ചർച്ചകളും വളരെ നിർണായകം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ സ്റ്റാൻഡും ക്രൂഷ്യലായിരിക്കും. കാത്തിരുന്ന് കാണുക, അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് സാധിക്കുക. ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് ഏറെക്കുറെ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കും. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.